വിവാഹമോചന ശേഷം മറ്റൊരു വിവാഹം കഴിച്ചാൽ പിന്നീട് മുൻ പങ്കാളി അപ്പീൽ ഫയൽ ചെയ്തു എന്ന കാരണത്താൽ രണ്ടാമത് നടന്ന വിവാഹത്തിന്റെ വാലിഡിറ്റി നഷ്ടപ്പെടുന്നതല്ല. അപ്പീൽ ഡിലേ ആയാൽ തുടർന്ന് നടന്ന വിവാഹം ഇൻവാലിഡല്ല. ഈ കേസിലെ കക്ഷികളുടെ വിവാഹം 2009 സെപ്റ്റംബറിലാണ് നടന്നത്. വിവാഹത്തിന് ഭാര്യാപിതാവ് 5 ലക്ഷം രൂപയും പിന്നീട് 3 ലക്ഷം രൂപയും ഭർത്താവിന് നൽകിയിരുന്നതായി ഭാര്യ. വിവാഹശേഷം ഭർത്താവും ഭർതൃമാതാവും കൂടുതൽ ഡൗറി ആവശ്യപ്പെട്ടുകൊണ്ട് പീഡനം നടത്തിയതായും ഭാര്യ പരാതിപ്പെട്ടു. ഹറാസ്മെന്റ് തുടർന്ന് വന്നിരുന്നതായും സഹിക്കവയ്യാതായപ്പോൾ മകളുമായി 2011 ഭർതൃവീട് വിട്ടിറങ്ങി സ്വന്തം വീട്ടിൽ താമസമാരംഭിക്കുകയും ചെയ്തു. തുടർന്ന് ഡിവോഴ്സിനും മെയിൻ്റനൻസിനും IPC 498A വകുപ്പ് പ്രകാരവുമുള്ള കേസുകൾ ഫയൽ ചെയ്തു. മീഡിയേഷനിലൂടെ കേസുകൾ സെറ്റിൽ ചെയ്തെങ്കിലും സെറ്റിൽമെന്റ് ടേംസ് നടപ്പിലാക്കുന്നതിൽ ഭർത്താവ് പരാജയപ്പെട്ടതായും മെയിൻ്റനൻസ് എമൗണ്ട് നൽകിയിട്ടില്ലെന്നും ഭാര്യ ബോധിപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് 2021 ഭാര്യ കുടുംബക്കോടതിയിൽ 13(1) IB വകുപ്പുകൾ പ്രകാരം ക്രൂവൽറ്റിയും ഡെസേർഷനും ഗ്രൗണ്ടുകൾ വെച്ചുകൊണ്ട് വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തത്. കൂടാതെ സെക്ഷൻ 25 അനുസരിച്ച് പെർമനന്റ് എലിമണിയും ആവശ്യപ്പെട്ടിരുന്നു. ഭർത്താവ് കൗൺസിലിംഗിന് ഹാജരായെങ്കിലും ഒബ്ജക്ഷനോ എവിഡൻസോ ഹാജരാക്കിയിരുന്നില്ല. ഫാമിലി കോടതി ഭാര്യ സമർപ്പിച്ച രേഖകളുടെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ 2024 ഫെബ്രുവരിയിൽ വിവാഹമോചനം അനുവദിക്കുകയും ചെയ്തു. കൂടാതെ പെർമനന്റ് എലിമണിയായി 20 ലക്ഷം രൂപയും ഭാര്യയ്ക്ക് നൽകണമെന്നും ഉത്തരവിട്ടു. എമൗണ്ട് നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ 6% പലിശയുൾപ്പെടെ ഈടാക്കാനും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. തുടർന്ന് അപ്പീൽ ഫയൽ ചെയ്യുന്നതിനുള്ള കാലാവധിക്ക് 12 ദിവസത്തിന് ശേഷം ഭർത്താവ് ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു. ഡിലേ കണ്ടോൺ ചെയ്ത് അപ്പീൽ സ്വീകരിച്ചെങ്കിലും ഫാമിലി കോടതി ഉത്തരവിന്മേൽ ഇന്ററിം സ്റ്റേ അനുവദിച്ചിരുന്നില്ല. ഈ അപ്പീൽ നിലനിൽക്കെ 2025 സെപ്റ്റംബറിൽ എതിർകക്ഷിയായ ഭാര്യ രണ്ടാമത് വിവാഹിതയായി. ഈ വിഷയത്തിൽ ഹർജിക്കക്ഷിയായ ഭർത്താവിന്റെ ഭാഗം വിശദമായ ആർഗ്യുമെന്റ് നടത്തുകയുണ്ടായി. ഡിവോഴ്സ് അപ്പീൽ പെൻഡിങ്ങിലാണ് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ ഈ രണ്ടാം വിവാഹം സാധുവായതല്ല. കോടതിയെ ബോധിപ്പിച്ച മറ്റൊരു വിഷയം 20 ലക്ഷം എലിമണി നിശ്ചയിച്ചത് ശരിയല്ല. അപ്പീൽ കക്ഷിക്ക് എവിഡൻസ് ഫയൽ ചെയ്യാൻ ഫാമിലി കോടതി എഫക്റ്റീവായ അവസരം നൽകിയിരുന്നില്ല. നിലവിൽ എതിർകക്ഷി വിവാഹിതയാണ്. ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 25(3) അനുസരിച്ച് അലിമണി ക്യാൻസൽ ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്യണമെന്നും വാദിച്ചു. ഭാര്യയുടെ ഭാഗം വാദിച്ചത് സെക്ഷൻ 15 നിലനിൽക്കുന്നതല്ല. അപ്പീൽ സമയപരിധിക്കകം നൽകുന്നതിൽ ഭർത്താവിന്റെ ഭാഗം പരാജയപ്പെട്ടിരുന്നു. രണ്ടാമത് നടന്ന വിവാഹം അപ്പീൽ പീരീഡ് കഴിഞ്ഞുള്ളതാണ്. മറ്റൊന്ന്, ഭർത്താവിന്റെ ഭാഗം എവിഡൻസ് നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള എവിഡൻസ് വെച്ചുകൊണ്ട് കോടതി വിധി പറയുകയായിരുന്നു. ഈ കേസിൽ ഹൈക്കോടതി വ്യക്തമാക്കിയത് അപ്പീൽ പെൻഡിങ്ങിലാണ് എന്ന കാരണത്താൽ രണ്ടാമത് നടന്ന വിവാഹം വോയിഡായി കാണാൻ കഴിയുന്നതല്ല. സെക്ഷൻ 15 അനുസരിച്ച് പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് വിവാഹം പോസ്റ്റ്പോൺ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഭാര്യയുടെ രണ്ടാമതൊരു വിവാഹത്തിന് ശേഷം ഡിവോഴ്സ് വിധിയെ ചലഞ്ച് ചെയ്യുന്നത് പ്രയോജനരഹിതമാണ്. ലിമിറ്റേഷൻ പീരീഡ് എക്സ്പയർ ആയതിനു ശേഷമാണ് അപ്പീൽ ഫയൽ ചെയ്തത്. ഡിലേ കണ്ടോൺ ചെയ്തെങ്കിലും മറ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഭാര്യ രണ്ടാമത് വിവാഹം ചെയ്യുന്നതിനെ വിലക്കുന്നതിന് ഒരു ഇന്ററിം ഓർഡർ ഇല്ലാത്ത പക്ഷം ഭർത്താവിന് രണ്ടാം വിവാഹത്തിന്റെ വാലിഡിറ്റിയെ ചോദ്യം ചെയ്യാൻ കഴിയുന്നതല്ല. വിവാഹമോചന ഉത്തരവിനെ ചോദ്യം ചെയ്തുള്ള ഭർത്താവിന്റെ ഭാഗത്തെ കോടതി തള്ളിയെങ്കിലും അലിമണി വിഷയത്തിൽ അനുകൂലമായ സമീപനമാണ് ഉണ്ടായത്. ഫാമിലി കോടതി ഭർത്താവിന്റെ ഭാഗം കേൾക്കുന്നതിനായി കേസ് വീണ്ടും പരിഗണിക്കണമെന്നും ഇരുഭാഗത്തെയും എവിഡൻസുകൾ പരിശോധിച്ചതിന് ശേഷം എമൗണ്ട് നിശ്ചയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേസ് 2 മാസത്തിനകം തീർപ്പാക്കണമെന്നും അപ്പീൽ ഭാഗികമായി അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതി. ഹിന്ദു മാരേജ് ആക്ടിലെ സെക്ഷൻ 15 അനുസരിച്ച് വിവാഹമോചനം അനുവദിച്ചുത്തരവായാൽ കക്ഷികൾക്ക് രണ്ടാമതൊരു വിവാഹത്തിന് നിയന്ത്രണമുള്ളത് അപ്പീൽ നിശ്ചിത സമയപരിധിക്കകം ഫയൽ ചെയ്താൽ മാത്രമാണ്. അല്ലാത്ത പക്ഷം അപ്പീൽ പെൻഡിങ്ങിലാണ് എന്ന കാരണത്താൽ രണ്ടാമത് നടന്ന വിവാഹത്തെ അസാധുവാക്കാൻ കഴിയുന്നതല്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് പ്രീത AK-യും അടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.